നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ വളരെയധികം പഴക്കമുള്ള ഒരു ജൈന ഗുഹാക്ഷേത്രത്തിലേക്കാണ്. കല്ലിൽ ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്ക് വളരെയധികം, അതായത് പുരാതനമായ കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാം. കല്ലിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ലിഖിതങ്ങൾ ജൈന സംസ്കാരത്തിലുള്ളത്. അങ്ങനെ ജൈനന്മാർ അവിടെ വന്ന്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും വളരെയധികം ഉയർന്ന സ്ഥലങ്ങളിൽ യോഗികളുടെയും സിദ്ധസഞ്ചാരവും ഒക്കെ ഉണ്ടാവുന്നതാണ്, സിദ്ധന്മാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വളരെയധികം ഉയർന്ന പ്രദേശമായതുകൊണ്ട് ജൈനന്മാർ പണ്ട് സന്യാസത്തിന്, തപസ്സിനും യോഗയ്ക്കുമൊക്കെ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഇത് എന്ന് വളരെ ഏകാന്ത നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അന്ന്. ഇപ്പോഴും നമുക്ക് ആ പരിശുദ്ധി അവിടെ ചെന്നാൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ഇതൊന്നും നമുക്ക് ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്ത് ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിൽ പോലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത യോഗികളെയും സിദ്ധന്മാരെയും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും അവരുടെ ആ പ്രസൻസിന്റെ ആ ഒരു ശാന്തത നമുക്ക് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ചെന്നാൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമായിട്ട് പോകാം. എല്ലാവർക്കും സ്വാഗതം. പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. പെരുമ്പാവൂർ കോതമംഗലം റോഡിൽ ഓടക്കാലി എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരുവാനാകും. ഈ ക്ഷേത്രം പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകം കൂടിയാണ്. ഭക്തജനങ്ങളെയും ചരിത്രാന്വേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് ഈ പ്രദേശത്തെ വശ്യചാരുത. കല്ലിൽ എന്നൊരു പേര് വന്നതിനും ഐതിഹ്യങ്ങളുണ്ട്. ഒരു കാലത്ത് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് വനവിഭവങ്ങൾ ശേഖരിക്കുവാനായി കാട്ടിലെത്തിയവർ ഒറ്റയ്ക്കിരുന്ന് കല്ലുകൾ കൊണ്ട് അമ്മാനമാടുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് അമ്പരന്നു. സൗന്ദര്യവതിയായ ആ സ്ത്രീയെ അടുത്തു കാണുവാനും അവൾ ആരാണെന്ന് അറിയുവാനുമായി അവർ പതിയെ അടുത്തു ചെന്നു. അന്യരുടെ സാമീപ്യം മനസ്സിലാക്കിയ അവൾ അമ്മാനമാടിക്കൊണ്ടിരുന്ന കല്ലുകൾ മറയാക്കി അതിനു പിന്നിൽ ഒളിച്ചു. അമ്മാനമാടിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം നിലത്ത് പതിച്ച കല്ലിൽ ഒന്ന് ദേവിയുടെ ഇരിപ്പിടമായെന്നും മുകളിലേക്ക് പോയ കല്ല് മേൽക്കൂരയായി എന്നുമാണ് വിശ്വാസം. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയായി നിലം തൊടാതെ നിൽക്കുന്ന ഭീമാകാരമായ പാറയുടെ പ്രകൃതിദത്തമായ അത്ഭുത ദൃശ്യമാണ് ദേവിക്ക് ദിവ്യപരിവേഷമായി നിലകൊള്ളുന്നത്. ഭഗവതി അമ്മാനമാടിയ ശില 15 ആനകൾ വലിച്ചാൽ പോലും നീങ്ങാത്തവയായി അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. മുൻപ്
കല്ലിൽ പിഷാരടി കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം. ഇന്ന് പിഷാരത്ത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കവാടം കടക്കുന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളും കാണാം. മുകളിലേക്ക് ചെല്ലുന്തോറും പാറക്കല്ലുകൾ കൂടുതൽ കൂടുതൽ കാണപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലേക്കുള്ള പടികൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ്. പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനപ്പന്തലിൻ്റെ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. പ്രദക്ഷിണ വഴിയിലും ശ്രീകോവിലിലും മുന്നിലും നിലത്താകെ കല്ലിൻ്റെ പാളികളാണ് പാകിയിരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപമാകട്ടെ മേൽക്കൂരയടക്കം മുഴുവനായി കരിങ്കല്ലിൽ തീർത്തതാണ്. ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ കല്ലിൽ ഉണ്ടായിരുന്നതോ നിർമ്മിക്കപ്പെട്ടതോ ആയ ഒരു ഗുഹയ്ക്കുള്ളിലാണ്. ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ പതിവ് ക്ഷേത്രങ്ങളിലേതുപോലെ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിനു പിന്നിൽ ചെന്ന് ദർശനം നടത്താൻ ഇവിടെ സാധിക്കുകയില്ല. ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിനെയും കൂടി പ്രദക്ഷിണം വയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പതിവാണ്. അങ്ങനെയേ ഇവിടെ സാധിക്കൂ എന്നതാണ് പ്രത്യേകത. പ്രദക്ഷിണ വഴികളിലും കല്ലിൽ തീർത്ത പടവുകളും ചെറുഗുഹകളും കല്ലുകളെ പിണഞ്ഞ് കാലങ്ങളായി ദേവിക്ക് പാദസേവ ചെയ്തു പോരുന്ന വേരുകളും നിറയെ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കല്ലിൽ അരുളുന്ന ദേവിയെയാണ് ഇവിടെ വന്നാൽ കാണാനാവുക. കല്ലിൽ തീർത്ത ക്ഷേത്രം ആര്യന്മാരുടെ ആധിപത്യകാലത്തിന് മുമ്പ് പ്രസിദ്ധമായ ഒരു ജൈന ഗുഹാക്ഷേത്രമായിരുന്നു. പിന്നീട് ബ്രാഹ്മണാധിപത്യ കാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠയും ബ്രാഹ്മണീകരിക്കപ്പെട്ടു. ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതം നിലനിന്നിരുന്ന കാലത്താണ്.
ദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പഞ്ചലോഹ കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ്. ബ്രഹ്മാവിൻ്റെ വിഗ്രഹം ഈ പാറമലയ്ക്ക് മുകളിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ കൂടെ ശിവനും വിഷ്ണുവും കൂടി ഉണ്ടെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ശിവനും വിഷ്ണുവിനും ഒപ്പം ബ്രഹ്മാവിനെയും ഇവിടെ പൂജിക്കുന്നു. ഈ വിഗ്രഹങ്ങൾ ജൈനമതത്തിലെ 23ാമത് തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെയും 24ാമത് തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരൻ്റെയുമായിരുന്നു. പ്രധാന പ്രതിഷ്ഠയായി ദുർഗയും തൊട്ടുപുറകിലായി മഹാദേവനും തെക്ക് ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞ് സന്താനഗോപാലമൂർത്തിയായി വിഷ്ണുവും ഇതിന് അനുകൂലമായി ശ്രീചക്രവുമാണ് ഉള്ളത്. ഉപദേവനായി ഗണപതിയും ശാസ്താവും ശ്രീകോവിലിനടുത്തായി നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മേൽക്കൂരയായി സ്ഥിതി ചെയ്യുന്ന പാറയ്ക്ക് ഏകദേശം 75 അടി നീളവും 45 അടി വീതിയും 25 അടി ഉയരവുമുണ്ട്. ഇപ്പോൾ പാറയിൽ നിന്ന് ഒരു ഭാഗത്ത് ഭിത്തികൾ പണിത് ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഈ കല്ല് പൂർണ്ണമായും വായുവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വശങ്ങളിൽ പലയിടത്തും കുനിഞ്ഞിരുന്ന് നോക്കിയാൽ കല്ലുകൾക്കിടയിലെ വിടവ് വ്യക്തമായി കാണുവാൻ സാധിക്കും. ജൈന ആചാര്യനായിരുന്ന ഭദ്രബാഹുവും അദ്ദേഹത്തിൻ്റെ 12,000 ശിഷ്യന്മാരും വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് ഇന്നത്തെ കർണാടകയിൽ എത്തിച്ചേർന്നു. ഭദ്രബാഹുവിൻ്റെ ശിക്ഷണത്തിൽ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പലരും പിന്നെയും തെക്കോട്ട് സഞ്ചരിച്ച് ഇന്നത്തെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും എത്തി. ആരാധനയ്ക്കും തപസ്സിനുമായി ഇവർ ഉയർന്ന പ്രദേശങ്ങളോ പ്രകൃതിദത്ത ഗുഹകളോ കണ്ടെത്തി. ഒരുപക്ഷെ ഇങ്ങനെ എത്തിച്ചേർന്ന ജൈന സന്യാസിമാർ തപസ് അനുഷ്ഠിക്കാൻ കണ്ടെത്തിയ പ്രദേശമായിരുന്നിരിക്കണം പിന്നീട് ക്ഷേത്രമായി പരിണമിച്ചത്. വലിയമ്പലത്തിന് വെളിയിലായി വടക്ക് കിഴക്ക് മൂലയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി 9 പ്രതിഷ്ഠകളുണ്ട്. അടുത്ത കാലം വരെയും ഉച്ചപൂജയോടെ പൂജകൾ അവസാനിച്ച് മധ്യാഹ്നത്തോടെ നടയടയ്ക്കുന്ന പതിവായിരുന്നു. രാത്രികാലങ്ങളിൽ മേൽശാന്തിക്ക് കാടിന് നടുവിലൂടെ ക്ഷേത്രത്തിലെത്തി പൂജകൾ നിർവഹിക്കുന്നതിനുള്ള വിഷമത പരിഗണിച്ചായിരുന്നായിരിക്കാം ഇത്. അന്നാളുകളിൽ സന്ധ്യാപൂജകൾ കല്ലിൽ പിഷാരത്ത് തന്നെയാണ് നിർവഹിച്ചു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങളായി ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം സന്ധ്യയോടെ ദീപാരാധനയ്ക്കായി വീണ്ടും തുറക്കുന്നു. അത്താഴ പൂജയ്ക്ക് ശേഷം 7:30 മണിയോടെ പൂജകൾ അവസാനിച്ച് നടയടയ്ക്കുന്നു. ഈ പൂജാക്രമം നിലവിൽ വരുന്നതിന് മുമ്പ് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്ക് കൊടിയേറുന്ന തൃക്കാർത്തിക മഹോത്സവ നാളുകളിൽ മാത്രമേ ദീപാരാധന തുടങ്ങിയ സായാഹ്ന പൂജകൾ പതിവുണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിലെ തന്ത്രം നെടുമ്പള്ളി തരണനെല്ലൂർ മനക്കിലേക്കാണ്. നേരത്തെ കല്ലിൽ പിഷാരടി കുടുംബം വകയായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് തിരുവനന്തപുരത്തുള്ള ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ശേഷം പിഷാരത്ത് ദേവസ്വം ഭരണം നിർവഹിച്ചു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കല്ലിൽ ക്ഷേത്രത്തിലെ പ്രധാന നേർച്ചകൾ ചൂല് നേർച്ചയും കല്ല് നേർച്ചയുമാണ്.
ചൂല് നേർച്ച പ്രധാനമായും സ്ത്രീകൾ മുടി സമൃദ്ധമായി വളരുവാനും പുരുഷന്മാർ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറാനും മാറാരോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് നടത്തുന്നത്. ഇരുമ്പ് തൊടാതെ വേണം നേർച്ചയ്ക്കുള്ളതായ ചൂല് നിർമ്മിക്കാൻ. തെങ്ങിൽ നിന്ന് ഓല വെട്ടിമാറ്റിയ ശേഷം ഇരുമ്പ് തൊടാതെ വേണം ചൂല് നിർമ്മിക്കുവാൻ. കടയും തലയും വെട്ടാതെ ഓലയിൽ നിന്ന് ഈർക്കിലി വേർതിരിച്ചതിന് ശേഷം ഓലക്കീറ് കൊണ്ട് തന്നെ ചൂല് കെട്ടണം. ഇങ്ങനെ ഉണ്ടാക്കിയ ചൂല് ദേവിക്ക് സമർപ്പിച്ചാൽ ആഗ്രഹം നടക്കുമെന്നാണ് വിശ്വാസം. വീട് പണി പൂർത്തിയാവാൻ വേണ്ടിയാണ് കല്ല് നേർച്ച നടത്തുന്നത്. വീട് പണി എന്തെങ്കിലും കാരണം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർ വീട് പണിയുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് ചെറിയ 2-3 കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്ര പരിസരത്ത് വീടിനെ സങ്കല്പിച്ച് കല്ലുകൾ ചേർത്ത് അടുക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാവും എന്നാണ് വിശ്വാസം. കൂടാതെ ക്ഷേത്രത്തിൽ ഇടിതൊഴൽ എന്ന മറ്റൊരു വഴിപാട് കൂടിയുണ്ട്. വ്രതം അനുഷ്ഠിച്ച മാരാർ വാദ്യമേളങ്ങളോടെ ഉണക്കലരി, വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്, പച്ചമഞ്ഞൾ എന്നീ സാധനങ്ങൾ മരത്തിലെ ഉരലിൽ മര ഉലക്ക കൊണ്ട് ഇടിച്ചുണ്ടാക്കുന്ന ദ്രാവകക്കൂട്ട് ദേവിക്ക് സമർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. ഇതാണ് ഇടിതൊഴൽ എന്ന വഴിപാട്. ഇത് വർഷത്തിലൊരിക്കൽ വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിൽ മാത്രമേ പതിവുള്ളൂ. എല്ലാ വർഷവും ക്ഷേത്രോത്സവം വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മുതൽ 8 ദിവസം നടത്തുന്നു. ഈ ക്ഷേത്രത്തിൽ ദേവിയെ എഴുന്നള്ളിക്കുന്നതിന് കൊമ്പനാനയ്ക്ക് പകരം പിടിയാനയെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനും ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ പിടിയാനയ്ക്ക് പകരം കൊമ്പനാനയെ ഉപയോഗിച്ചതിന് കോപിഷ്ഠയായ ഭഗവതി കൊമ്പനാനയെ ശപിച്ചു കരിങ്കല്ലാക്കി കളഞ്ഞു അത്രേ. ഈ കഥയ്ക്ക് സാക്ഷ്യമായി ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ആനക്കല്ല് നിലകൊള്ളുന്നുണ്ട്. പ്രകൃതിദത്തമായ അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ചെറിയ പടവുകളുള്ള ഈ ക്ഷേത്രക്കുളം കാഴ്ചയിൽ വളരെയധികം മനോഹാരിത ഉളവാക്കുന്നതും പ്രകൃതിദത്തമായതുമാണ്.